വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അബദ അമ്മാ ബഅദ്. സമാദരണീയനായ യോഗാധ്യക്ഷൻ SVS തൃശൂർ സോൺ പ്രസിഡന്റ് സത്താർ പഴുവിൽ, സ്വാഗതം ആശംസിച്ച PH അബ്ദുറഹ്മാൻ സാഹിബ്, വേദിയിലുള്ള അബ്ദുള്ള ഹാജി, ഈ പ്രദേശത്തിന്റെ പ്രിയപ്പെട്ട SVSന്റെയും SSFന്റെയും സഹപ്രവർത്തകർ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഏറ്റവും സ്നേഹവും ആദരവുമുള്ള സഹോദര സഹോദരിമാരെ, രക്ഷിതാക്കളെ, കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനമായ കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനും ആദർശാധിഷ്ഠിത ബഹുജന പ്രസ്ഥാനമായ സമസ്തകളുടെ സുന്നി യുവജന സംഘം അഥവാ SVSും അതിന്റെ ഈ ഗ്രാമത്തിലെ അഥവാ പൊട്ടിച്ചിറ യൂണിറ്റിലെ സഹപ്രവർത്തകർ ഒരുക്കിയ വളരെ സുദീർഘമായ ഒരു സംരംഭത്തിലാണ് നാം ഉള്ളത്. സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും രക്തഗ്രൂപ്പ് നിർണയവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന സൃഷ്ടാവിന്റെ നാമത്തിൽ ഔപചാരികമായി സംരംഭം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക. ഈ സന്ദർഭത്തിൽ സുദീർഘമായ ഒരു ഉദ്ഘാടന പ്രഭാഷണത്തിലേക്ക് പോവാതെ ഇത് സംഘടിപ്പിച്ചിട്ടുള്ള പ്രസ്ഥാനം കേരളത്തിലെ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയുള്ള മുഴുവൻ ജനങ്ങൾക്കും സുപരിചിതമായ രണ്ട് പ്രസ്ഥാനങ്ങളാണ് ഒരു വിദ്യാർത്ഥി സംഘടനയും ഒരു യുവജന പ്രസ്ഥാനം. അത് മുന്നോട്ട് വെക്കുന്ന വിദ്യാഭ്യാസ, സാംസ്കാരിക, വൈജ്ഞാനിക, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനിഷേധ്യനായ നേതാവ് ശൈഖുന ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മഹാനുഭാവന്റെ അജയ്യമായ നേതൃത്വത്തിന് കീഴിലായി ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഏവരും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ മതസംഘടനകൾ അല്ലെങ്കിൽ ഈ സാംസ്കാരിക സംഘടനകൾ അവരുടെ മെമ്പർഷിപ്പുള്ള പ്രവർത്തകരിലോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലോ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രവർത്തനമല്ല ഈ രാജ്യത്ത് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളെയും സ്വന്തം സഹോദരന്മാരായി സഹോദരിമാരായി കണ്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾ, ശക്തമായ ഇടപെടലുകൾ നടത്തി ഈ രാജ്യത്തിന്റെ ഭരണ കേന്ദ്രങ്ങൾക്ക് വരെ സഹായമായി തീരുന്ന പ്രവർത്തനങ്ങളാണ് ഈ സംഘടന ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഒട്ടനവധി സംരംഭങ്ങളിൽ വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ് സ്വാന്തനം എന്ന് പറയുന്ന ഒരു പദ്ധതി. സൃഷ്ടാവായ ദൈവത്തിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഈ സ്വാന്തനത്തിന്റെ പട്ടികയിലായി, അതിന്റെ മേഖലകളിലായി ഈ സംഘടന ഏതാനും വർഷങ്ങളായി തൃശൂർ ജില്ലയിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന സംരംഭങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി പറയാൻ ഇവിടെ സമയമില്ല. ഏകദേശം 1/2 ഡസനോളം ആംബുലൻസുകൾ ഈ ജില്ലയിൽ മാത്രം ഈ സംഘടന കീഴിലായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിർധരായ പാവപ്പെട്ട ആളുകളെ റോഡപകടങ്ങളിലും അതുപോലെ വീടുകളിൽ നിന്നൊക്കെ അവരെ എടുത്തുകൊണ്ട് ഏറ്റവും നല്ല പരിചരണം ലഭിക്കുന്ന ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു സാഹസികമായ പ്രവർത്തനങ്ങൾ ഈ സംഘടന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇതുപോലെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ, നേത്ര ചികിത്സാ ക്യാമ്പുകൾ മാത്രമല്ല, ജനറൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിക്കൊണ്ട് ഈ തൃശൂർ ജില്ലയിൽ മാത്രം ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം പകരാൻ ഇന്നലകളിൽ ഈ സംഘടനകൾ കഴിഞ്ഞു എന്നത് ചാരിതാർത്ഥ്യജനകമാണ്. നമുക്കറിയാം, പാവപ്പെട്ട നിർധനരായ ചില സഹോദരന്മാർ, ഉമ്മമാർ, അമ്മമാർ
ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും ഒക്കെ പോയി നിന്നുകൊണ്ട് മണിക്കൂറുകളോളം ക്യൂവിൽ നിന്നും തുച്ഛമായ മരുന്നുകളോ ചികിത്സകൾ മാത്രം ലഭിച്ച് ഉന്നതമായ ചികിത്സകൾ കേവലം മരീചിക മാത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന വർത്തമാന സാഹചര്യങ്ങളിൽ ആതുര ശുശ്രൂഷ രംഗം തന്നെ പലതും കമ്പോളവൽക്കരിക്കപ്പെട്ടതുപോലെ നമ്മുടെ ഏറ്റവും ഉന്നതമായ അമൂല്യമായ സമ്പത്താകുന്ന വിദ്യാഭ്യാസം കമ്പോളവൽക്കരിക്കപ്പെട്ടതുപോലെ നമ്മുടെ അഭിമാനവും നമ്മുടെ ഐഡന്റിറ്റിയും കമ്പോളവൽക്കരിക്കപ്പെട്ടതുപോലെ ദുരിതം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, ലോകത്തിന് അടിമപ്പെട്ടുകൊണ്ട് കഴിയുന്ന നിർധരായ ജനങ്ങൾക്ക് ഉന്നതമായ ചികിത്സ എത്തിപ്പിടിക്കാൻ പോലും കഴിയാത്ത ഏറ്റവും വലിയ കോമ്പറ്റീഷൻ, ഏറ്റവും വലിയ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ് ചികിത്സാ രംഗം എന്ന് പറയുന്നത്. അത്തരം നിർധരായ രോഗികളെ ക്യാമ്പുകളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പ്രഗത്ഭരായ പ്രതിപാദനരായ ഡോക്ടേഴ്സിന്റെ ട്രീറ്റ്മെന്റുകൾ നൽകി, സർജറി ആവശ്യമായ ആളുകൾക്ക് അത് നടത്തിക്കൊണ്ട്, മരുന്ന് നിരന്തരമായി നിർവഹിച്ചുകൊണ്ടിരിക്കേണ്ട ആളുകൾക്കുള്ള മെഡിക്കൽ കാർഡുകൾ നൽകി, പരിചരണം ആവശ്യമായ ആളുകൾക്ക് പരിചരണത്തിനുള്ള ഉപാധികളും മറ്റുള്ള അതിനുള്ള കേന്ദ്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, അങ്ങനെ വേദനിക്കുന്നവനിക്ക് ആശ്വാസം പകരാൻ, അവർക്കൊരു സ്വാതന്ത്ര്യമേകി മാറുവാൻ വേണ്ടി ഈ സംഘടന നടത്തിയ മെഡിക്കൽ ക്യാമ്പുകൾ പ്രത്യേകമായി എടുത്തു പറയേണ്ടുന്ന മെഡിക്കൽ ക്യാമ്പുകളാണ്. ജില്ലയിൽ നിന്ന് നേത്ര പരിശോധനാ രംഗത്ത് വളരെ ആശാവഹമായ പുരോഗതിയോടുകൂടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇരിങ്ങാലക്കുടയിലെ നേത്ര ഐ കെയർ ഹോസ്പിറ്റൽ അഥവാ ഡോക്ടർ തോമസ് എന്ന് പറയുന്ന പ്രഗത്ഭനായ ഡോക്ടറുടെ നേതൃത്വത്തിന് കീഴിലായി ഞാൻ പ്രദാനം ചെയ്യുന്ന കൊടുങ്ങല്ലൂർ ജാമിയ അസീസിയുടെ കീഴിലും ഈ തൃശൂർ ജില്ലയുടെ തന്നെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ഡോക്ടർ തോമസ് സാറിന്റെ നേതൃത്വത്തിലായി ഒട്ടനവധി നേത്ര ചികിത്സാ ക്യാമ്പുകൾ ഇതിനകം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇവിടെ തന്നെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഈ പ്രദേശത്തുള്ള നിർധനരായ ആളുകൾക്കുള്ള ഒരു ക്യാമ്പ് ഈ സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയത് എന്ന് ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. നേത്രപരിശോധന എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കണ്ണിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ചില്ലറ അനുഗ്രഹമല്ല. സൃഷ്ടാവായ ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയ ഒട്ടനവധി അനുഗ്രഹങ്ങളിൽ ഏറ്റവും ഉന്നതമായ അനുഗ്രഹം സകലമാന ശില്പികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് കമനീയമായ അലങ്കൃതമായ അലങ്കരിച്ചണിയിച്ചൊരുക്കിയിരിക്കുന്ന ഈ പ്രകൃതിയുടെ സൗന്ദര്യം കാണുവാനുള്ള സൃഷ്ടാവ് നൽകിയ ഈ കണ്ണ് കാഴ്ചയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ചെറുതല്ല. 10 മാസത്തോളം വയറ്റിലിട്ട് നൊന്ത് പ്രസവിച്ച് പാലൂട്ടി താരാട്ടി വളർത്തിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ട അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ, എന്റെ രക്തത്തിൽ ജനിച്ച എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളുടെ മുഖം എങ്ങനെയാണെന്ന് ദർശിക്കുവാനുള്ള അവസരം നൽകുന്നത് കണ്ണുകളാണ്. നമ്മുടെ സ്നേഹജനങ്ങളുടെയും ബന്ധുജനങ്ങളുടെയും മുഖം, തന്റെ ഇഷ്ട പ്രാണേശ്വരിയുടെ മുഖം, അവളുടെ സൗന്ദര്യം എങ്ങനെയാണെന്ന് ആസ്വദിക്കുവാനുള്ള ഏറ്റവും പ്രധാനമായ ഘടകം അവന്റെ കണ്ണാണെങ്കിൽ, ആ കണ്ണിന് നീ കാഴ്ചശക്തി കുറയുകയോ അല്ലെങ്കിൽ വല്ല തിമിരമോ അതുപോലുള്ള രോഗങ്ങൾക്ക് വിധേയരാക്കപ്പെടുമ്പോ അത് ചികിത്സിച്ച് പ്രതിവിധി കണ്ടെത്തിക്കൊണ്ട് കാഴ്ചശക്തി തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം. ഇത് അവസരങ്ങളിൽ കണ്ണ് ഡോക്ടർമാരെ കാണാതെ പോവുകയോ കാണാൻ അവസരം ലഭിക്കാതെ പോവുകയോ ചെയ്താൽ അവർക്ക് സൃഷ്ടാവായ ദൈവം തമ്പുരാൻ നൽകിയ അപാരമാകുന്ന അനുഗ്രഹം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുന്ന അതിദയനീയമായ ദാരുണമായ സംഭവങ്ങൾ എത്രയോ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ നേത്ര ചികിത്സാ ക്യാമ്പ് എന്ന് പറയുന്നത് ഏറ്റവും സുദൃഢമായ ഒരു സംരംഭമായി നാം ഇതിനെ കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പിലേക്ക് ജാതിമത ഭേദമന്യേ എത്രയോ എന്റെ പ്രിയപ്പെട്ട അമ്മമാർ, ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാരാണ് വളരെ പ്രതീക്ഷയോടുകൂടി കടന്നു വന്നിട്ടുള്ളത്. നിങ്ങളുടെ പ്രതീക്ഷകൾ ഒരിക്കലും അസ്ഥാനത്താകുകയില്ല. പ്രഗത്ഭരായ നേത്ര ഐ കെയറിന്റെ നേതൃത്വത്തിൽ ഇവിടെ ചികിത്സകൾ നടത്തി നിങ്ങൾക്ക് സർജറി ആവശ്യമാണ്. ഈ സർജറി നടത്തുവാനുള്ള സംരംഭങ്ങൾ അതിനെല്ലാ സാഹചര്യങ്ങളും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, പ്രിയപ്പെട്ട പ്രവർത്തകർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ഇടയ്ക്ക് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം രക്തഗ്രൂപ്പ് നിർണയം എന്ന് പറയുന്ന സംരംഭം. ഇന്ന് നമുക്കറിയാം ആക്സിഡന്റുകളും അതുപോലെയുള്ള നിരവധി രോഗങ്ങൾക്കുള്ള സർജറികളും ഓരോ ദിനങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഒരു ആക്സിഡന്റ് നടന്നാൽ അല്ലെങ്കിൽ ഒരു സർജറി ഒരു സ്ത്രീക്ക്, ഒരു പുരുഷന്, അല്ലെങ്കിൽ ഒരു രക്ഷിതാവിന്, ഒരു സഹോദരൻ അനിവാര്യമായി വന്നാൽ, അതിന് ബ്ലഡ് ബാങ്കും അതുപോലെയുള്ള സൗകര്യങ്ങൾ സുസജ്ജമല്ലാത്ത ചില ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികൾക്ക് ബ്ലഡ് അനിവാര്യമായി വന്നാൽ
ബ്ലഡിന് വേണ്ടി നെട്ടോട്ടമേടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. സൃഷ്ടാവായ ദൈവം തമ്പുരാൻ മനുഷ്യ ശരീരത്തെ ഭയങ്കര അപാരമായ ഒരു വലിയൊരു അത്ഭുത ലോകമായി കൊണ്ടാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ വേദിയിലിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നായിക്കൊള്ളണമെന്നില്ല. എന്റെ ശബ്ദം ശ്രമിക്കുന്ന എന്റെ ഉമ്മമാരുടെയും അമ്മമാരുടെയും സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും ഇവിടെ പങ്കെടുക്കാൻ പോകുന്ന ഡോക്ടേഴ്സിന്റെയും അവരുടെ സഹായികളുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നായിക്കൊള്ളണമെന്നില്ല. വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലുമുള്ള വ്യത്യസ്തമായ ഘടകങ്ങളിലാണ് മനുഷ്യ ശരീരത്തെ സൃഷ്ടാവായ ദൈവം തമ്പുരാൻ കോർത്തിണക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഡോക്ടർ ജോൺ വീലർ പറഞ്ഞത്, ഈ പ്രകൃതിയിലെ ഏറ്റവും ഇൻഫർമേഷൻ ടെക്നോളജിയുള്ള ഈ പ്രത്യേക ഈ ശാസ്ത്ര സാങ്കേതിക യുഗത്തില് ആധുനിക സയൻസ് കണ്ടുപിടിച്ചിട്ടുള്ള വിസ്മയകരമായ ആയിരക്കണക്കിന് അത്ഭുതങ്ങളെക്കാൾ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉന്നതമായ അത്ഭുതം എന്ന് പറയുന്നത് എന്താ? മനുഷ്യൻ ബഹിരാകാശത്തെത്തിയതല്ല. ഈ പ്രപഞ്ചത്തിലെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് അങ്ങകലെ ബഹ്റൈനിലോ കുവൈത്തിലോ അബുദാബിയിലോ അമേരിക്കയിലുള്ള തന്റെ പ്രിയപ്പെട്ട ഭർത്താവുമായി നെറ്റിലൂടെ നേർക്കുനേർ കണ്ടുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നു എന്നതല്ല ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിലെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ലോകം ഇന്നേ വരെ കണ്ടുപിടിക്കപ്പെട്ടുള്ള അത്യന്താനിക സാങ്കേതിക വിസ്മയകരമായ അത്ഭുതങ്ങളെയൊക്കെ നിഷ്ഫലമാക്കുന്ന ഏറ്റവും ഉന്നതമായ അത്ഭുതം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്കൃഷ്ട ജീവിയായ ഏറ്റവും ഉന്നത ജീവിയായ മനുഷ്യനാവുന്ന എന്റെയും നിങ്ങളുടെയും ശരീരമാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പ്രഗത്ഭരായ പ്രതിപാദനരായ ഡോക്ടേഴ്സ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പ്രപഞ്ചത്തിലെ അത്ഭുതമാണ് ഞാനും നിങ്ങളും, ഒരു സംശയം ആ വിഷയത്തിലില്ല. നിങ്ങൾ നോക്ക്, നമ്മുടെ ബോഡിയുടെ ഓരോ ഭാഗങ്ങൾക്ക് ഓരോ പാർട്സുകൾക്ക് സ്പെഷ്യലിസ്റ്റുകളല്ലേ? എത്ര വർഷത്തെ MBBS അതിനുശേഷമുള്ള സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള പ്രഗത്ഭരായ ഡോക്ടേഴ്സ്, കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി, ഗൈനക്കോളജി, ഐ സ്പെഷ്യലിസ്റ്റുകൾ, ENT സ്പെഷ്യലിസ്റ്റുകൾ തുടങ്ങിയിട്ട് ഒരു മനുഷ്യന്റെ ബോഡിയെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ആ മനുഷ്യന്റെ ഓരോ അവയവങ്ങൾക്ക് ഓരോ പാർട്സുകൾക്ക് വരെ സ്പെഷ്യലൈസ് ചെയ്യപ്പെടുന്ന ശാസ്ത്ര മേഖലകളാണ് വർത്തമാന ലോകത്തിലുള്ളത് എങ്കിൽ മനുഷ്യ ശരീരം എത്ര വലിയ അത്ഭുത ലോകമാണ് എന്ന് നാം ചിന്തിക്കുക. ഇവിടെ മനുഷ്യരുടെ രക്തത്തെയും മനുഷ്യ പ്രകൃതിയെയും പ്രത്യേകമായ രൂപത്തിൽ സൃഷ്ടാവായ ദൈവം തമ്പുരാൻ സംവിധാനം ചെയ്യുമ്പോ എനിക്കൊരു ആക്സിഡന്റ് പറ്റിയാൽ, എനിക്കൊരു ബ്ലഡ് അനിവാര്യമായി വന്നാൽ, എനിക്ക് അനിവാര്യമായ ആവശ്യമായ ബ്ലഡ് തരുന്നത് ഈ രാജ്യത്തെ ഒരു മുസ്ലിം സഹോദരന്റെ ബ്ലഡ് തന്നെ ആയിരിക്കണമെന്ന നിർബന്ധ ബുദ്ധി എനിക്കില്ല. ഇവിടത്തെ ഒരു കാർത്തിയായന് അല്ലെങ്കിൽ ഇവിടത്തെ ഒരു കാർത്തിയായനിക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സൗദാമിനിക്ക് അല്ലെങ്കിൽ ഒരു സാവിത്രിക്ക് ബ്ലഡ് വേണ്ടി വന്നാൽ ഒരുപക്ഷെ തൊട്ടടുത്ത വീട്ടിലെ ഫാത്തിമയുടെ ബ്ലഡ് ആയിരിക്കും ആ പെൺകുട്ടിക്ക് വേണ്ടി പകർന്നു നൽകുക. ഇവിടുത്തെ ഒരു കൃഷ്ണൻകുട്ടിക്ക് ബ്ലഡ് വേണ്ടി വന്നാൽ കൊടുക്കുന്ന സത്താർ എന്ന സഹോദരന്റെ ബ്ലഡ് ആയിരിക്കും ഒരുപക്ഷെ പകർന്നു നൽകുക. ആ ബ്ലഡിൽ മതമില്ല, ബ്ലഡിൽ വിഭാഗീയതയില്ല, ബ്ലഡിൽ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ യാതൊരു വിദ്വേഷങ്ങളോ വിരോധങ്ങളോ വിയോജിപ്പുകളോ ഇല്ലാതെ സൃഷ്ടാവായ ദൈവം തമ്പുരാൻ ഭൂമി പ്രൊഡക്റ്റ് ചെയ്ത ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും ഉന്നതമായ ഉൽപ്പന്നമായി, ഏറ്റവും ഉന്നതമായ സൃഷ്ടിയായി മനുഷ്യരെ സൃഷ്ടാവായ ദൈവം തമ്പുരാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെയോ ഇവരെ നമ്മൾ വ്യത്യസ്തമായ ആശയങ്ങളും ആദർശങ്ങളും രൂപവും ഭാവവും ഒക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. അതിന്റെ പേരിൽ അഹങ്കരിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. സൃഷ്ടാവായ ദൈവം തമ്പുരാനാവുന്ന അള്ളാഹുവിന്റെ കലാം അഥവാ അള്ളാഹുവിന്റെ വചനങ്ങളാവുന്ന ഖുർആൻ, ആ ഖുർആനിലൂടെ ലോകത്തുള്ള മനുഷ്യ മക്കളുടെ മനസ്തിഷ്കങ്ങളെ അവരുടെ ഹൃദയത്തിന്റെ അന്തരാളത്തെ തട്ടിവിളിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നത് യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, അല്ലയോ മുസ്ലിങ്ങളെ എന്നതല്ല, ഓ SBSന്റെ പ്രവർത്തകരെ എന്നതല്ല, ഓ SSFന്റെ പ്രവർത്തകരെ എന്നതല്ല, അല്ലെ മുസ്ലിം സഹോദരിമാരെ എന്നതല്ല, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. ആ വിളിയിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും വിടുകയാണ്. മതവിശ്വാസികൾ മാത്രമാണോ വിടുക? ഒരിക്കലുമല്ല. മറിച്ച് മതമില്ല എന്നും ദൈവമില്ല എന്നും ഇതെല്ലാം പ്രകൃതിയുടെ വികൃതിയാണെന്ന് പറയുന്ന നിരീശ്വരവാദി അല്ലെങ്കിൽ യുക്തിവാദി വരെ യാ അയ്യുഹന്നാസ് എന്ന വിശ്വമാനവീയ മഹിതമായ മന്ത്രധ്വനികളിൽ ഈ സഹോദരൻ കടന്നു വരികയാണ്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഇത് വിശദീകരിക്കാൻ 1 മണിക്കൂർ വേണം എനിക്ക്.
അതിനൊരു ക്യാപ്സ്യൂൾ രൂപത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുക. അല്ലയോ മനുഷ്യരെ, നിങ്ങളെ മുഴുവൻ ഇന്നാ ഹലക്കനാക്കും ഉൻസ, നിങ്ങളെ മുഴുവൻ ഒരേ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നാം പ്രൊഡക്റ്റ് ചെയ്തത്. ഡാർവിൻ പറയുന്നു കുരങ്ങിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന്. അല്ല എന്ന് ശാസ്ത്രലോകം അതിന്റെ നിഗമനത്തിലെത്തിയ വർത്തമാന ലോകത്തിലും ഡാർവിന്റെ പൊളിച്ചു നാറിയ സിദ്ധാന്തങ്ങൾ ഇന്നും കലാലയങ്ങൾ പഠിപ്പിക്കപ്പെടുന്നുവെങ്കിൽ ഡാർവിന്റെ സിദ്ധാന്തങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മെ പഠിച്ച സൃഷ്ടാവായ ദൈവം തമ്പുരാൻ പറയുന്നു ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ് നാം നിങ്ങളെ പ്രൊഡക്റ്റ് ചെയ്തത്. നിങ്ങളെ പ്രത്യേകമായ രൂപത്തിലും ഭാവത്തിലും ഗോത്രങ്ങളും ഭാഷയിലും ശൈലിയിലും ഒക്കെ ആയിക്കൊണ്ട് വ്യത്യസ്തങ്ങളാക്കി മാറ്റിയെടുത്തത് അഹങ്കരിക്കാൻ വേണ്ടിയല്ല, മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടിയല്ല, മറ്റുള്ളവരുടെ വിദ്വേഷങ്ങൾ കാണിക്കുവാൻ വേണ്ടിയല്ല. പരസ്പരം നിങ്ങളെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളാക്കി ഭാവങ്ങളാക്കി മാറ്റിയെടുത്തത് ലിതആറഫു, പരസ്പരം തിരിച്ചറിയാനുള്ള ഒരു ഐഡന്റിറ്റി ആയിക്കൊണ്ടാണ് സൃഷ്ടാവായ ദൈവം തമ്പുരാൻ നമ്മളെ വ്യത്യസ്ത ഭാഷക്കാരാക്കിയത്, വ്യത്യസ്ത രൂപത്തിലാക്കിയത്, വ്യത്യസ്തമായ ഭാഷയിലും ശൈലിയിലും രൂപത്തിലും ഭാവത്തിലുമാക്കിക്കൊണ്ട് നമ്മളെ ഡിവൈഡ് ചെയ്തത് നമ്മുടെ ഐഡന്റിറ്റിക്ക് വേണ്ടി മാത്രമാണ് എന്ന് സൃഷ്ടാവായ ദൈവം തമ്പുരാൻ പറയുമ്പോ കുല്ലുക്കും മിൻ ആദം വആദമു മിൻ തുറാബ്, നിങ്ങളെല്ലാം മണ്ണിന്റെ സന്തതികളാണ്, നിങ്ങളെല്ലാം ആദമിന്റെ സന്തതികളാണ്. കുല്ലുക്കും മിൻ ആദം, നിങ്ങളൊക്കെ ആദമിന്റെ മക്കളാ. ആദമിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന SVSന്റെ തൃശൂർ ജില്ലയുടെ കരുത്തരായ ഞങ്ങളുടെ സാരഥി സത്താർ പഴുവിൽ എന്ന് ഞങ്ങൾ വിളിക്കുന്ന പ്രിയങ്കരനായി നാട്ടിന്റെ പ്രിയങ്കരനായ നിങ്ങളുടെ സഹോദരൻ ഉൾപ്പെടുകയാണ്. ഈ രാജ്യത്തെ MLA ഉൾപ്പെടുകയാണ്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടുകയാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അത് ഉൾപ്പെടുകയാണ്, ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയും ഈ ഗണത്തിൽ തന്നെയാണ് പെടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയും ഈ ഗണത്തിലാണ് കടന്നു വരുന്നത്. ഫഹദ് രാജാവ് ഉൾപ്പെടെ അല്ലെങ്കിൽ ലോകത്തെമ്പാടുള്ള മനുഷ്യരായി ജനിച്ചാരെല്ലാം ഉണ്ടോ അവർ മുഴുവനും കുല്ലുക്കും മിൻ ആദം, നിങ്ങൾക്ക് ആദമിന്റെ സന്തതികളാ. വആദമു മിൻ തുറാബ്, ആദമാവട്ടെ മണ്ണിന്റെ പ്രൊഡക്റ്റാണ്, മണ്ണിന്റെ ഉൽപ്പന്നമാണ് എന്ന ആ ഉന്നതമായ ഒരു ആഹ്വാനം, ആ ആഹ്വാനത്തിൽ നിന്നുകൊണ്ടാണ് നാം മാനുഷികതയിലേക്ക് കടന്നു വരുന്നത്. നാം ആരായിരുന്നാലും അത് മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണെന്ന തിരിച്ചറിവ്. അതുകൊണ്ട് തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, സ്വാന്തനം പോലത്തെ ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളിൽ ഈ സംഘടന വിവേചനങ്ങൾ മുന്നോട്ട് വെക്കാറില്ല. ഈ തൃശൂർ ജില്ലയിൽ മാത്രം ഞങ്ങൾ നടത്തിയിട്ടുള്ള ഡസൻ കണക്കിന് ക്യാമ്പുകളിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം സിദ്ധിച്ചിട്ടുള്ളവർ ഈ രാജ്യത്തെ ജാതിമത ഭേദമന്യേ ഈ ഉന്നതമായ ജീവകാരുണ്യ പ്രവർത്തനത്തെ നെഞ്ചിലേറ്റിക്കൊണ്ടതിനോട് സഹകരിച്ചിട്ടുള്ള നല്ല മനസ്സുകളാണെന്നത് സന്തോഷത്തോടുകൂടി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനൊക്കെ ഞങ്ങൾക്ക് പ്രചോദനവും പ്രോത്സാഹനവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ജുഡീഷ്യറി തത്വങ്ങൾ പരിപൂർണമായും മുറുകെ പിടിച്ചുകൊണ്ട് അതേസമയം വിശുദ്ധ ഖുർആനും ആ ഖുർആന്റെ വിശദീകരണങ്ങളായി വരുന്ന പ്രവാചക വചനങ്ങളും നെഞ്ചിലേറ്റി ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം, സ്വന്തം രാജ്യത്തിനോട് 100% കൂറുപുലർത്തിക്കൊണ്ട് രാജ്യദ്രോഹപരമായ വിധ്വംസക വിഘടന ഭീകര തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് പരിപൂർണമായും മുക്തമായി നല്ല രാജ്യസ്നേഹമുള്ള, പരസ്പര സ്നേഹമുള്ള, സമസൃഷ്ടി സ്നേഹമുള്ള, മറ്റുള്ളവരെ മാനിക്കുന്ന, അയൽവാസിയെ മാനിക്കുന്ന മാതാവിനോടും പിതാവിനോടും സഹോദരനോടും സഹോദരിയോടും അയൽവാസിയോടും ജന്മം നൽകിയ മാതൃഭൂമിയായ ഈ പ്രിയപ്പെട്ട ഭാരതത്തിനോടുള്ള കടമകളും കടപ്പാടുകളും ബന്ധങ്ങളും ബാധ്യതകളും പാലിച്ചുകൊണ്ട് നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു ഉത്തമ പൗര സമൂഹത്തിന്റെ പുനഃസൃഷ്ടിപ്പിന് വേണ്ടിയാണ് കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനും സമസ്ത കേരള സുന്നി യുവജന സംഘവും ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങളുമായി കേരളത്തിന്റെ ഈ ചെറിയൊരു ഇറ്റാവട്ടത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിലേക്ക് ഇവരെ കടന്നു ചെന്നുകൊണ്ടുള്ള വിശാലമായ വിദ്യാഭ്യാസ, ജീവകാരുണ്യ, സാംസ്കാരിക പ്രവർത്തനങ്ങളാണ് അഭിമന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന ഇന്ത്യൻ ജനത ആവേശത്തോടെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ആ മഹാനുഭാവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇവിടെ അറിയിക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യന്റെ ദീർഘായുസ്സിന് വേണ്ടി, ആ മനുഷ്യന്റെ ഉന്നമനത്തിന് വേണ്ടി, ആ മനുഷ്യന്റെ കരങ്ങൾക്ക് കരുത്ത് പകരുന്നതിന് വേണ്ടി പ്രാർത്ഥനകൾ സൃഷ്ടാവായ ദൈവത്തിനോട് പ്രാർത്ഥനകൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് തൊപ്പിവെച്ചിട്ടുള്ള എന്നെപ്പോലെയുള്ള മുസ്ലിം സഹോദരന്മാർ മാത്രമല്ല, താടിയും തലപ്പാവുമുള്ള പണ്ഡിതന്മാർ മാത്രമല്ല, ഈ രാജ്യത്തെ നന്മ കൊതിക്കുന്ന, സ്നേഹം കൊതിക്കുന്ന, സമാധാനം കൊതിക്കുന്ന, ശാന്തി കൊതിക്കുന്ന ഈ രാജ്യത്തെ ഭാരതത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ ഒന്നടങ്കം
ഒരു സ്റ്റേറ്റ് വ്യത്യാസമില്ലാതെ, വിഭാഗീയത വ്യത്യാസമില്ലാതെ, അതെ, ഇവിടെ പെട്ടുതൊട്ടിട്ടുള്ള സഹോദരിയും അവരെ കുരിശു ധരിച്ച അമ്മയും ആ മഹാനായ പണ്ഡിതന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. കാരണം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ആ മഹാനുഭാവം ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, കേരളയാത്ര എന്ന പേരിൽ, മാനവികതയെ ഉണർത്തുന്നു എന്ന പേരിൽ വന്യനായ കാന്തപുരം ഉസ്താദ് കേരളയാത്ര നടത്തിയപ്പോ ആ കേരളയാത്രയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒട്ടനവധി സ്വീകരണ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത് ഈ രാജ്യത്തിലുള്ള പ്രബുദ്ധരായ വിവിധ കക്ഷി മത രാഷ്ട്രീയ വിഭാഗീയതകൾക്കപ്പുറത്തുള്ള ഒരുപാട് നല്ല മനസ്സുകളാണ് അതിൽ പങ്കെടുത്തത്. വന്യനായ ഉസ്താദ് ഈ കേരളത്തിന്റെ രാജ്യവീതിയെ പുളകമണിയിച്ചുകൊണ്ട് കടന്നുപോയപ്പോ തെരുവോരങ്ങളിൽ ആ വന്യനായ പണ്ഡിതന് അഭിവാദ്യം അർപ്പിക്കാൻ ഒരുമിച്ച് കൂടിയത് പർദ്ദ ധരിച്ച മുസ്ലിം സഹോദരിമാര് മാത്രമല്ല, തൊപ്പി ധരിച്ച കുട്ടികൾ മാത്രമല്ല, താടിയുള്ള പണ്ഡിതന്മാർ മാത്രമല്ല, ഈ രാജ്യത്തെ എല്ലാ മനുഷ്യ മക്കളും ആ അഭിവന്ദനായ നേതാവിനെ മുക്തകണ്ഠം പ്രശംസിക്കാൻ, അഭിവാദ്യം അർപ്പിക്കാൻ കേരളത്തിന്റെ രാജവീതികളിൽ കടന്നു വന്നു എന്നത് ആ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്ന, അതേ 10-70 വയസ്സ് പിന്നിട്ടിട്ട് പോലും ചെറുചെറുക്കുള്ള SSF-കാരനെ പോലെ, 25 വയസ്സുള്ള ചെറുചെറുക്കുള്ള ഒരു പ്രവർത്തകനെ പോലെ രാജ്യമെമ്പാടും ലോകമെമ്പാടും ഓടി നടന്ന് പ്രവർത്തിക്കുന്നത് ഇതുപോലെയുള്ള രാജ്യസ്നേഹ പ്രവർത്തനങ്ങൾ സ്വന്തം മാതൃക സൃഷ്ടിച്ചുകൊണ്ട് ആഹ്വാനങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ സ്വന്തം പ്രവർത്തന പദത്തിലൂടെ കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു വലിയൊരു സംരംഭമാണ്, ഏവരും ഉറ്റുനോക്കുന്ന ഒരു സംരംഭമാണ്.